कधी ताधिर कीट तोम नाचर गोरी ताधितै तै धितै धिरक ഈ സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യം 2023 യൗവനത്തിൻ കലയാട്ടം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ് അവതരിപ്പിക്കുന്ന യുവ കലാകാരന്മാർക്കായിട്ടുള്ള ഒരു വേദിയാണ് നവ്യം. ഇന്നലെ നമ്മൾ കണ്ടത് 2 അവതരണങ്ങളും 2 പ്രബന്ധ അവതരണങ്ങളുമാണ്. വളരെ മനോഹരമായ ഒരു മോഹിനിയാട്ട കച്ചേരിയും ഒരു കഥകളി അവതരണവും അതിനോടനുബന്ധിച്ചുള്ള 2 പ്രഭാഷണങ്ങളുമായിരുന്നു. എല്ലാവരും ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ് കഴിഞ്ഞ 50 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. യുവാക്കൾക്കായിട്ട് നല്ലൊരു വേദി ഒരുക്കുക എന്നുള്ളതാണ് നവ്യത്തിൻ്റെ ലക്ഷ്യം. ഇന്ന് ശാസ്ത്രീയ കലകൾ കാണാനായി ആസ്വാദകർ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ചും യുവാക്കൾ. അതുകൊണ്ട് തന്നെ യുവാക്കളെ നല്ലൊരു ആസ്വാദകരായി മാറ്റുക, അവരെ നല്ല കലാകാരന്മാരായി മാറ്റുക, കലാകാരന്മാർക്കിടയിൽ നല്ലൊരു ഫ്രെറ്റേണിറ്റി ഉണ്ടാവുക എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ് നവ്യത്തിൻ്റെ പിന്നിലുള്ളത്. നമ്മൾ ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കുന്നു. ആദ്യമായി ഒരു പ്രബന്ധ അവതരണമാണ്. കാത്യായനി കനക് എന്ന പ്രശസ്തയായ കുച്ചിപ്പുടി നർത്തകിയും ഗവേഷകയുമായിട്ടുള്ള കലാകാരി നടത്തുന്ന ഒരു പ്രബന്ധമാണ്. ഇതിൻ്റെ വിഷയം കുച്ചിപ്പുടിയുടെ മാർഗശൈലി സവിശേഷതകൾ, ആധുനിക രംഗാവതരണങ്ങളിലെ പ്രയോഗ സാധ്യതകൾ, ഒരു വിചിന്തനം എന്ന വിഷയത്തിലാണ് അതാണ് ഇതിൻ്റെ പേപ്പർ. ഈ കലാകാരിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല, ഒഴിവാക്കാൻ പറ്റാത്ത ചില കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അയച്ച് തരികയാണ് ചെയ്തിട്ടുള്ളത്. അതിവിടെ സ്ക്രീൻ ചെയ്യുന്നതായിരിക്കും. ഈ നർത്തകിയെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. കാത്യായനി കനക് കഴിഞ്ഞ 16 വർഷമായി കുച്ചിപ്പുടി മേഖലയിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു നർത്തകിയാണ്. ഒരു നർത്തകി, അക്കാഡമീഷ്യൻ, ക്യൂറേറ്റർ എന്നീ എല്ലാ നിലകളിലും തൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കലാകാരി കൂടെയാണ്. ദർപ്പണ, കാർത്തിക് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിലെല്ലാം സോളോ പെർഫോമൻസുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ തീസിസായ ഫ്രം സ്റ്റേജ് ടു സ്ക്രീൻ ആൻഡ് ബാക്ക്, എ സ്റ്റഡി ഓഫ് ദ ഡയലോഗ് ബിറ്റ്വീൻ കുച്ചിപ്പുടി ആൻഡ് തെലുങ്കു സിനിമ എന്നത് ഗവേഷകരുടെ ഇടയിലും സമകാലീന കുച്ചിപ്പുടി പ്രയോക്താക്കളുടെ ഇടയിലും ഏറെ ചർച്ചപ്പെടുകയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദിൽ നടന്ന ഘോര ദ ഗ്രോട്ടസ്ക്യൂ ഗോഡസ് എന്ന ഫെസ്റ്റിവലിൻ്റെ സംഘാടകയുമായിരുന്നു. കാത്യായനിക്ക് തൻ്റെ കലയോട് ഒരു വ്യക്തിപരമായ സമീപനം ഉള്ളതായി നമുക്ക് കാണാനായി സാധിക്കും. നൃത്തത്തിൻ്റെയും നാടകത്തിൻ്റെയും സാങ്കേതികത്വങ്ങൾ സ്വാംശീകരിച്ച് ഒരു പുതിയ വഴിയിലൂടെ കലയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നർത്തകി കൂടിയാണ്. ലാസ്യകൽപ്പ ഫൗണ്ടേഷൻ്റെ സഹസ്ഥാപകയുമാണ് ഈ കലാകാരി. ഇവരുടെ പ്രബന്ധ അവതരണത്തിലേക്ക് നമ്മൾക്ക് ഏവർക്കും കടക്കാം. നമസ്കാരം. I am Katyayani Kanak and I am a dancer and scholar representing Kuchipudi from Hyderabad. I feel very honored to be a part of Navyam, that is discussing the importance of Paddhati
and tradition in various dance forms across India and theatre forms across India. So when we talk about dance and theatre, it's very, very interesting to talk about Kuchipudi especially, because Kuchipudi as historically has been a male Bhagavata tradition. We all know that. We all also know that until the early 1900s, Kuchipudi has been predominantly represented and performed through genres like the Kalapam and the Yakshaganam that are very theatrical, which have a very strong musical tradition and which have a very strong dramatic tradition. These Kuchipudi Bhagavatas that danced, that performed, we should not be saying dance, that performed these genres, these Kalapams and Yakshaganas, until the early 1900s, they lived in one village called Kuchipudi near Vijayawada. They were also into agriculture. So they were touring, performing, and also into farming. And that's how they did their art and life. Cut to 1930s. Many things changed in this form. Many changes occurred in this form owing to numerous changes that happened in socio-political, cultural, owing to these factors in the country. So what happened? Socially, the zamindari system was no longer very powerful. The patronage that they would receive of every year performing at this festival in this village, every year performing here, every year having some patronage coming in from one asthanam or the other, or in one village or the other, in one temple or the others, kind of faded out. That's one thing. Politically, what happened was that the movement of wanting the Andhra people wanting the Andhra region from the Madras presidency to be separated gained a lot of momentum. They did not want to be a part of the Madras presidency anymore because they wanted their own identity. They wanted their own region to be their own rulers as Andhra people. Mind you, it's not as Telugu people, it's as Andhra people. There's a difference between that. And because of that, they started establishing their own identity as a community, as a larger community. And having a classical dance form somehow became very imperative to establishing their identity as a community, to say that we are no less, we deserve our own space, our own region, our own rulers, our own everything. And around that time also was a time when Bharatanatyam was becoming a form to representing a certain people. Odissi was becoming a form. So a lot of things were happening around the country, across the country. And so the cultural leaders of Andhra chose Kuchipudi to represent them culturally. And why did they do that? Why did they not choose the female performing traditions of the region, which were very, very existent, which were very, very thriving until then? Why didn't they choose them? Was because of one simple but very complex reason, is that the female performing traditions in the Andhra region do not have the culture of a Nattuvanar. This has to be noted. They do not have the culture of a Nattuvanar, a male member conducting a performance or being in a position to teach. The performances were conducted by the women in the family. The teaching happened through the women in the family. There was no counterpart for the Nattuvanar of the southern regions of Andhra. So to send these middle class girls from non-performing families, non-dance families, non-art families to train in dance, the stigma was too much. So they ended up choosing this male Bhagavata tradition that was okay for them, that was normalized for them, that seemed better to train their girls in. We do not have to get into that in this discussion. I only want to put out the fact
the reason why Kuchipudi was a chosen tradition for Andhra, and we cannot deny this. We cannot deny that the fact that it was Brahmin and the fact that it was all male worked in its favor, because female traditions were as thriving as this. These are choices that have been made. So once it was chosen, it was being written about, it was being talked about, it was being extremely, it was given a lot of push politically by politicians, by cultural activists like Banda Kanakalingeshwar Rao, Visappa Rao. The innumerable articles that were written in papers, and newspaper was the strongest medium of change in those times. So Kuchipudi received that kind of currency, started receiving that kind of currency around the 1930s. That is the political side of it. Now, what happened artistically? What happened aesthetically? And this is the most interesting part of Kuchipudi, according to me, in that time, is Uday Shankar was a huge influence on almost everyone across India, from filmmakers to dancers to musicians to everyone. Uday Shankar was a wave. Oriental dance was a wave, and very few could not be gulped by it. The Kuchipudi dancers were no exception. The Kuchipudi artists, I correct myself, were no exception. So there was this tiny group from within the Kuchipudi artists, Vempati Pedasatyam especially, Vedantam Raghavaya and Pasumarthi Krishnamurthy, who went out of their genres of the traditional Kalapam and Yakshaganam and started creating their own repertoire of dances, which were very different from what was there until then, which were like Prakriti, Shiva Parvati, Ashtapadis, Srishti Vidhanam, and some very folk theme based dances. And this actually was the beginning of breaking away from overnight theatrical, overnight dramatic genres to individual pieces, to smaller numbers, to choreographies that were few minutes long and that were independent of a larger story. This was the first time that happened in the history of Kuchipudi, and this was done by this bunch of very, very adaptable artists. They created their own music because they were all trained in music owing to having belonged to a Bhagavata tradition. And they started experimenting with movement vocabulary, with a lot of things, with props, sets, costumes. And this was the beginning of breaking away from the theatrical, dramatic traditions, genres. Another thing that happened parallelly was Vedantam Lakshman Shastri, who is supposed to be the torchbearer for the solo and for non-hereditary performers in Kuchipudi to take up Kuchipudi. Vedantam Lakshman Shastri Garu started touring around and learning a lot, actually. Learning and teaching a lot. Interestingly, he would teach everything from Alaripu to Varnam to these oriental based genres. To, if you look at his repertoire, if you look at the list of performances in his the list of dances in his performances, you will see that they were ranging from Varnams to Tilanas to Padams, Javalis, Ashtapadis, to Radha Krishna dance, to Yashoda Krishna dance, to thematic dances. Everything was part of his repertoire. One very interesting thing I want to talk about when it comes to Kuchipudi, the perspective of what is solo in Kuchipudi to what does solo mean in the context of Kuchipudi. I want to address that. Even till today this exists. When we say solo in other forms, it means a solo. It means one dancer is dancing on the stage. It is a solo. It is not a duet. It is not a group. It is none of those things. But when you say solo in Kuchipudi, it means it is a one choreography that is not a part of a larger
theatrical performance. It means I'm not performing one theme, one story, one dramatic thing where I'm assuming characters, I'm taking there's aharya involved. It's not that. It is individual choreographies that are independent units by themselves. In the context of Kuchipudi, that is what solo means. Even till today, if we say, are you doing solos? It doesn't mean, are you performing alone? It means, are you doing these choreographies? It could be 8 dancers on stage, but you'll still call it solos. We need to be very aware that this perspective still exists because of our history of having been a theatrical tradition. And if you look at Lakshmi and Shastri Garu's repertoire, almost none of them were danced by one dancer. Almost every single one of them were danced by 2 or more dancers. And he chose from everywhere. He was inspired from everywhere. He did not curate his choices to cater to a certain audience or to cater to a certain political idea of what is Kuchipudi. He danced everything. He chose everything, right? While these things were happening, in the next generation was born Vempati Chinnasatyam Master. We call him Vempati Master. He was the first artist from the Kuchipudi families that made political choices in his art. That went all the way to Madras, decided to establish Kuchipudi as a solo form in Madras, as a form that was independent by itself. It had its own movement vocabulary, it had its own musical sense, musicality, it had its own identity. He had to do that. He wanted to do that. And so if you look at his repertoire, he never choreographed more than one varnam in his entire life. So he made these political choices of not choosing genres of music, genres of compositions that were very, very, very typical of other dance forms. So you cannot talk about Kuchipudi and Margi and solo in Kuchipudi without talking about the forms that contributed to its shaping up as a solo form, either by being influenced by or negating. Both are influences, both are contributions. If you say I'm inspired by this and I'm making a choice and doing this, that is also a contribution. If you're saying I'm choosing to not do this because this is an identity of another form, that is also a contribution. So we cannot negate these things at all. For instance, in Odissi, even though Maharis always wore gold jewelry, the choice was made to only deck up an Odissi dancer with silver because gold was already identified with Bharatanatyam and they wanted to establish a separate identity. And you can find similar choices made in every dance form around that time. So coming back to Vempati Master, if you look at the movement vocabulary of Kuchipudi, traditionally, it was for male, it was for men, it had a very different aesthetic, and the concept of choreography never existed in Kuchipudi traditions. You were trained, an artist was trained for years and years and years. A composition was given, a musical and lyrical composition was given, and it was up to them how they weave it in their performance. And that was considered the success of a performer. The concept of choreography itself came into Kuchipudi because of the Oriental, and because of the Oriental, Vempati was obviously influenced by his seniors like Vempati Pedasatyam and others, and the concept of choreography itself came into the Kuchipudi form because it had to be shared, it had to be transmitted as a tradition that can be easily taught to students and dancers that had no exposure to the form, that were not spending hours and hours and hours every day sleeping, waking up, living around this tradition, but were coming to class and going back home. So that is why the concept of choreography itself came into Kuchipudi, which was until then absent. So now he created an entire set of movement vocabulary that was again
partly taken from Kuchipudi, but was also partly made, partly created in such a way that it did not resemble Bharatanatyam aesthetic. And who was a big part of this process was Saudamini, who was Vempati Pedasatyam's wife, who was a Valgur trained dancer. Okay, this looks like Bharatanatyam, we do not want this movement here. This looks like Bharatanatyam, we do not want this movement here. Which is why, if you look at choreographies of Vempati Jagannath Sarma and Vedantam Lakshmanan Shastri, you will find movements that are very characteristically Bharatanatyam. But if you look at Vempati Masters, Vempati Srinisatyam Garu's movements, you will never find those movements that are characteristic of other forms, especially of Bharatanatyam. So this, it played a major role how the shift happened. Where it grew, the fact that it grew in Madras had a major role in defining its aesthetics, in defining its movement vocabulary and the way it expanded. That being said, the number of movements that Vempati Master introduced to Kuchipudi is vast, is huge, is humongous. And his solos, his repertoire of solo tradition, again when I say solo, I mean things that are not part of larger theatrical productions, that are not part of a Srinivasa Kalyanam or a Ksheerasagar Madhanam, but can be performed as an independent unit lasting over 10 to 15 minutes and which necessarily do not have a story. The aim is not to tell a story but to cater to a composition, choosing a composition that's already there and creating dance to it. That is the solo as far as Kuchipudi is concerned. So his solos, in fact, are a medium of training dancers for his dance dramas. That was always the hierarchy there in his Kuchipudi Art Academy, where always, even though the training in solo was extensive and it was excruciating for dancers, and they had to train in all of these until they got to a certain place and they could even be considered for a dance drama, the dance drama was always the aim for a dancer. The dance drama was always the goal, to have a major role in a dance drama. So you see how the theatrical mindset of the tradition is passed along the way. So how do we choose musicality when it comes to Kuchipudi solo? How do we do that? When you already have compositions that are there, how do we choose? Now this is a very, very gray area. This is not something that we can give a formula for. This is not something that we can say, this is Kuchipudi or this is Bharatanatyam. But it's a sensibility that we have to develop of what sounds like what sounds like Kuchipudi and what sounds not Kuchipudi. It's a same thing with jatis. It's the same thing with jatis. So when you create jatis for Kuchipudi, and there are so many jatis that just don't feel Kuchipudi enough to be part of a Kuchipudi performance, So the structures that are formed, the flow that is there in the bowls, the flow that is there in the mnemonics, the yatis that we choose to do, compose jatis, and the kind of choreographies that accompany the jati, these are very, very important when it comes to making the right aesthetic choice. Now, when you come to solo, creating a solo repertoire, this is always a question. I had seen an interview of Vempati, a conference in which Vempati Master was a part, when he was asked the same question. Bharatanatyam has a margam, Odissi has a margam. Where is your margam? What is your margam? So the tarangam became very important. It became the iconic piece. It became the marker of a Kuchipudi thing, of a Kuchipudi repertoire. Now this is again turned against it, because now Kuchipudi is recognized as a plate dance, which is kind of bringing it down so much, because you're basing an entire tradition on one single plate, on the 3-4 minutes that happen on the plate, which I think is underrating an art form. It is not doing justice to the art form. If you ask anyone outside, what is on plate is Kuchipudi, what is not on plate is Bharatanatyam. That's become the marker, which is again, I think, very sad. How do I navigate through this whole
nexus of theatrical, non-theatrical, solo. What do I do? Where do I draw the line between making a movement feel like Kuchipudi or not? Again, like I said, these are sensibilities that we develop. But also, I think unless we bring theatricality into our solo performances, unless we bring our storytelling, we celebrate our storytelling in our solo performances, then it just becomes Nritya. Then it just becomes just dancing to talam, putting in some footwork, and then translating those words into mudras, which I think is a very base level kind of dancing when it comes to Kuchipudi. So bring that theatricality back, bring that dramatics back, bring the characterization back, bring that body language back into Kuchipudi, bring it into solo. Even if you're doing a 5-minute shlokam, try to bring that theatricality into it. Try to bring storytelling into it. And because that's what we are, that is our tradition. That is what we are known for. That is what is our strong strength of this kind of becoming a character, not just talking about a character, but becoming a character. I'm exceeding my time, so I'll end here. If there are any questions, you can write to me, or we'll figure out a way of addressing that. But I'm really thankful for this opportunity to talk about these few things, share about my favorite art form, Kuchipudi, with all of you. Thank you for this. നന്ദി. ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. കുച്ചിപ്പുടിയുടെ ഒരു ലഘു ചരിത്രം നമ്മൾക്ക് പറഞ്ഞു തന്നു. എന്നാൽ കുച്ചിപ്പുടി എന്ന ഒരു ആർട്ട് ഫോം റീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അന്നുണ്ടായിരുന്ന സ്ത്രീ നൃത്ത കലാരൂപങ്ങളെ മാറ്റി നിർത്തുകയും അതല്ലാത്തൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നു. അതോടൊപ്പം കുച്ചിപ്പുടി എന്ന കലാരൂപം എങ്ങനെ ആന്ധ്രയുടെ കൾച്ചറൽ സെൻസിബിലിറ്റിയെ ഉൾക്കൊള്ളുന്നു എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ സോളോ എന്താണ് കുച്ചിപ്പുടിയിൽ എന്നുള്ളത് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റായിട്ട് തോന്നുന്നു. ഒരുപാട് നന്ദി. ഇന്ന് രാവിലെ നവ്യം നമ്മൾ സംഘടിപ്പിച്ചത് മീറ്റ് വിത്ത് ദ ലെജൻഡ്സ് എന്നൊരു പരിപാടിയായിരുന്നു. ഇതിൻ്റെ പാർട്ടിസിപ്പൻസിന് ഗുരു വേണുജിയെയും ഗുരു സദനം കൃഷ്ണൻകുട്ടി ആശാനെയും മീറ്റ് ചെയ്യുക, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക എന്നിങ്ങനെയുള്ളതായിരുന്നു. എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസ് ആരെങ്കിലും അവരുടെ അനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ചാൽ നല്ലതായിരുന്നു എന്നുകൂടെ അറിയിക്കുന്നു. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കട്ടെ. അടുത്തതായി ഒരു കുച്ചിപ്പുടി അവതരണമാണ് അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം പൂജ രതീഷ്. കലാമണ്ഡലം പൂജ രതീഷ് കേരള കലാമണ്ഡലത്തിൽ നിന്നും മോഹിനിയാട്ടത്തിൽ ബിരുദമടക്കം 8 വർഷത്തെ കലാപഠനം പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുച്ചിപ്പുടിയിൽ 1ാം റാങ്ക് ഗോൾഡ് മെഡലോടെ പാസ്സായി. ബിരുദാനന്തര ബിരുദനം പൂർത്തിയാക്കിയ പൂജ കുച്ചിപ്പുടി നർത്തകിയും അധ്യാപികയും ആയി തൻ്റെ കലാജീവിതം തുടരുന്നു. കലാമണ്ഡലത്തിൽ നിന്നും 2011 KPS മേനോൻ അവാർഡ്, 2020 ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിൻ്റെ യുവകലാ പ്രതിഭാ പുരസ്കാരം, 2021 നാദം ഓർഗനൈസേഷൻ്റെ നടനഭൂഷണ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പൂജ കേരളത്തിലും അകത്തും പുറത്തുമായി നിരവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട്. 13 വർഷത്തിൽ കൂടുതൽ തൻ്റെ കലാജീവിതത്തിൽ പ്രവർത്തിച്ചു വരുന്ന പൂജ കുച്ചിപ്പുടി വിഭാഗത്തിൽ കേരള കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് ലെക്ചററായി ജോലി ചെയ്തു വരുന്നു. ഗുരു പ്രിയങ്ക വെമ്പട്ടിയുടെ ശിഷ്യയായി ഇപ്പോൾ കുച്ചിപ്പുടി അഭ്യസനം തുടരുന്നു. പൂജയുടെ കൂടെ അരങ്ങത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ പരിചയപ്പെടുത്തട്ടെ. നട്ടുവങ്കം കലാമണ്ഡലം ലതിക, വായ്പാട്ട് കലാമണ്ഡലം സുപ്രഭ സംഗീത്, മൃദംഗം കലാമണ്ഡലം നിധിൻ, വയലിൻ സംഗീത് മോഹൻ. കുച്ചിപ്പുടി അവതരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യവന്ദനീയമായ ഗണപതി സ്തുതി. ഗജവദന ഭേടുവെ. കമ്പോസിഷൻ ബൈ ശ്രീ പുരന്ദരദാസ. കൊറിയോഗ്രാഫി ബൈ ശ്രീ പത്മഭൂഷൺ ഡോക്ടർ വെമ്പട്ടി ചിന്ന സത്യം മാസ്റ്റർ.
രാഗം ഹംസധ്വനി, ആദിതാളം. ദേവേന്ദ്രമോളി മന്ദാര മകരന്ദ കണാരുണ ദേവേന്ദ്രമൗളി മന്ദാര മകരന്ദ കണാരുണ വിഘ്നാംഹരം തു ഹേരംഭ ചരണാംബുജരേണ മഹം വിഘ്നാംഹരം തു ഹേരംഭ ചരണാംബുജരേണ മഹം ഏകദന്തം മഹാകായം ലംബോദര ഗജാനന വിഘ്നനാശകരം ദേവം ഹേരംഭം പ്രണമാമ്യഹം ഹേരംഭം പ്രണമാമ്യഹം ഗജവദന പേട്ടുവേ ഗജവദന പേട്ടുവേ ഗജവദന പേട്ടുവേ ഗൗരീ തനയ ഗജവദന പേട്ടുവേ ഗൗരീ തനയ ഗജ
ಗೌರಿ ತನಯ ಗಜವದನ ಬೇಟುವೆ 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 ಗೌರಿ ಗೌರಿ ತನಯ ಗಜವದನ ಬೇಟುವೆ 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 ತ್ರಿಜಗವಂದಿತನೇ ಸುರನರ ಪೊರೆವನೇ 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 ಗಜವದನ ಬೇಟುವೆ ಗೌರಿ ತನಯ ಗಜವದನ ಬೇಟುವೆ ಗೌರಿ ತನಯ ಗಜವದನ ಬೇಟುವೆ ಪಾಶಾಂಕುಶಧರ ಪರಮ ಪವಿತ್ರ 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 ಮೂಷಿಕ ವಾಹನ ಮೂಷಿಕ ವಾಹನ ಮುನಿಜನ ಪ್ರೇಮ ಮೂಷಿಕ ವಾಹನ ಮುನಿಜನ ಪ್ರೇಮ ಮೂಷಿಕ ವಾಹನ ಮುನಿಜನ ಪ್ರೇಮ ಗಜವದನ ಬೇಟುವೆ ಗೌರಿ ತನಯ ಗಜವದನ ಬೇಟುವೆ ಗೌರಿ ತನಯ ಗಜವದನ ಬೇಟುವೆ ಮೋದದಿ ನಿಂದಯ ಪಾದವ ತೋರೋ ಸಾಧುವಂದಿತನೇ ಆದರದಿಂದಲಿ ಮೋದದಿ ನಿಂದಯ ಪಾದವ ತೋರೋ ಸಾಧುವಂದಿತನೇ ಆದರದಿಂದಲಿ ಮೋದದಿ ನಿಂದಯ ಪಾದವ ತೋರೋ ಸಾಧುವಂದಿತನೇ ಆದರದಿಂದಲಿ ಸರಸಿ ಜನಾಭಶಿ ಪುರಂದರ ವಿಠಲ 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 ನಿರುದನೆಯೋ ಬಂದೇ ದಯ ಮಾಡೋ ದೇವ ನಿರುದನೆಯೋ ಬಂದೇ ದಯ ಮಾಡೋ
ഇരുനയോ വന്ദേ ദയാളോ ദേവ ഗജവദന വേടുകേ ഗൗരി തനയ 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 ഗജവദന വേടുകേ 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 അടുത്ത ഇനം തരംഗം. മരകതമണിമയശേല. കോമ്പോസിഷൻ ഊത്തുകാട് വെങ്കട സുഭയ്യർ. കൊറിയോഗ്രാഫി ശ്രീ പത്മഭൂഷൺ ഡോക്ടർ വെമ്പട്ടി ചിന്നസത്യം മാസ്റ്റർ. തൻ്റെ പുല്ലാങ്കുഴലിൽ നിന്നുള്ള ഈണം ഗോപികമാരെ മുഴുവൻ തന്നിലേക്ക് ആകർഷിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വർണ്ണനകളെ വളരെ ഭംഗിയായി നൃത്ത സംവിധാനം ചെയ്ത ഇനം മരകതമണിമയശേല. രാഗം ആരഭി, ആദിതാളം. ഉത്തും ഗോലാസിനാസം ഉത്തും ഗോലാസിനാസം ഹരിമണി മുകുര ബ്രോലസ ധന്ദപാണി ഹരിമണി മുകുര ബ്രോലസ ധന്ദപാണി വ്യാലോല കർണപാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദിഗ്രോ വ്യാലോല കർണപാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദിഗ്രോ ഉന്മീലദന്തപതി സ്ഫുരതരുണതനുശ്ചായ ബിംബാധരാഗ ഉന്മീലദന്തപതി സ്ഫുരതരുണതനുശ്ചായ ബിംബാധരാഗ പ്രീതി പ്രശന്തി മന്ദസ്മിത മധുരതരം ഭദ്രമുദ്രാസിനാമേ പ്രീതി പ്രശന്തി മന്ദസ്മിത മധുരതരം ഭദ്രമുദ്രാസിനാമേ
Thank you.
മാനിത ഗുണശീല ദയാള മാനിത ഗുണശീല ദയാള മാപയവര ബാലഗോപാല മാനിത ഗുണശീല ദയാള മാപയവര ബാലഗോപാല മാനിത ഗുണശീല ദയാള മാനിത ഗുണശീല ദയാള ബാലഗോപാല മാനിത ഗുണശീല ദയാള ബാലഗോപാല മാനിത ഗുണശീല ദയാള ബാലഗോപാല മാനിത ഗുണശീല സാനിധ പമഗരി സതി മംഗളി മുരളീധരാനന്ദ സാനിധ പമഗരി സതി മംഗളി മുരളീധരാനന്ദ മുകുന്ദ ഭവ മാനസ വദസദ സേരുഗ ദളയുത മുകുന്ദ ഭവ മാനസ വദസദ സേരുഗ ദളയുത ആദിമധ്യാന ലളിത വൈഭവ ആനന്ദ കല്യാണ ധൂമിത തക തക ദിക തോം തക തക ദിക തോം തക തോം തക ധിരണ തകിത ധൂമിത തക തക ദിക തോം തക തക ദിക തോം തക തോം തക ധിരണ വനജ നയന രാധാ മധുകര രസിക രസിക വരരാസ വികാസ വനജ നയന രാധാ മധുകര രസിക രസിക വരരാസ വികാസ വനജ നയന രാധാ മധുകര രസിക രസിക വരരാസ വികാസ വനജ നയന രാധാ നയന രാധാ മധുകര രസിക രസിക വരരാസ വികാസ വനജ നയന രാധാ മധുകര രസിക രസിക വരരാസ വികാസ തകിട ധൂമിത തക തക ദിക തോം തക തക ദിക തോം തക തോം തക ധിരണ തക ദിക തക തോം തക ധിരണ തോം തക തോം തക തോം തക ധിരണ നവര സകടി കട ശോഭിത പല്ലവ നവക ജയുമതി മനോലാസ നവര സകടി കട ശോഭിത പല്ലവ നവക ജയുമതി മനോലാസ തക ദിക തോം തക തോം തക ധിരണ കനകമണിമയ ഗോപുര ജനന തക ദിക തോം തക തോം തക ധിരണ കനകമണിമയ ഗോപുര ജനന തക ദിക തോം തക തോം തക ധിരണ കമല ഭവനുജ ശാശ്വത ജനന തക ദിക തോം തക തോം തക ധിരണ കമല ഭവനുജ ശാശ്വത ജനന തക ദിക തോം തക തോം തക ധിരണ കനകമണിമയ ഗോപുര ജനന തക ദിക തോം തക തോം തക ധിരണ കമല ഭവനുജ ശാശ്വത ജനന തക ദിക തോം തക തോം തക ധിരണ തകതിക തോം തക തോം തക ധിരണ കനകമണിമയ ഗോപുര ജനന തകതിക തോം തക തോം തക
കനകമണിമയ തകതിക തോതക കമലഭവനുര തകതിക തോതക കനകമണിമയ തോതക തകതിക തോതക തോതക കനകമണിമയ തോതക തകതിക തോതക തോതക കമലഭവനുര സാസുര തകതിക തോതക തോതക ಜೊಣ್ಣು ಜೊಣ್ಣು ತತ್ತಿಮ್ಮಿ ತಿಮ್ಮಿ ತತ್ತಿ ತಗದಿನ ತಾವು ತಣ್ಣ ತಣ್ಣದ ಜೊಣ್ಣು ಜೊಣ್ಣು ತತ್ತಿಮ್ಮಿ ತಿಮ್ಮಿ ತಗದಿನ ತಾವು ತಣ್ಣ ತಣ್ಣ ತತ್ತಿ ತಗದಿನ ತಾವು ಜೊಣ್ಣು ಜೊಣ್ಣು ತಗದಿನ ತಾವು ತತ್ತಿ ತಗದಿನ ತಾವು ತಗದಿನ ತಾವು ತಗದಿನ ತಾವು ತಗದಿನ ತಾವು ತಗದಿನ ತಾವು ತತ್ತಿ ತಗದಿನ ತಾವು ತಗದಿನ ತಾವು ತಗದಿನ ತಾವು ತದಿ ಕಿಲ ತಗದಿ ಕಿಲ ತಗದಿ ತದಿ ಕಿಲ ತತ್ತಿ ತಗದಿನ ತಾವು ತಗದಿನ ತಾವು ತಗದಿನ ತಾವು ತದಿ ಕಿಲ ತಗದಿ ಕಿಲ ತಗದಿ ತದಿ ಕಿಲ ತಗದಿ ತಾವು ತಗದಿನ ತಾವು ತಗದಿನ ತಾವು ತದಿ ಕಿಲ ತಗದಿ ಕಿಲ ತಗದಿ ಕಿಲ ತಗದಿನ ತೋದಗದೋ ತಗದಿನ ಕನಕಮಣಿಮಯ ತೋಪುಗಚನ ತಗದಿನ ತೋದಗದೋ ತಗದಿನ Tim tim ti takka ta chum chum ta takka ta tim tim ti takka de ti ti. Ta tim tim ti takka ta chum chum ta takka ta tim tim ti takka de ti ti. Tinangir takka de ti ti. Tinangir takka de ti ti. Tinangir takka de ti ti.
ധന ഘടിക ജനാത കൽപ്പിത കലികലുഷ ധന കാണ്യമ ധന ഘടിക ജനാത കാം തകിത തക തക തി തക ജഡു കരി മംഗരി സരി പാപ തകിത തക തക തി തക ജഡു കരി മംഗരി സരി പാപ ജഡു കരി മംഗരി ചൗധരി തരി ഛാകിന तो पाल मगरी सरी पाप जडु करी मगरी चौधरी तरी ಛಾಕಿನ तो पाल मगरी सरी पाप मणि मय मंगगड़ मणि कृष्ण Krishna Krishna അടുത്ത ഇനം അന്നമാചാര്യകൃതി നാരായണതേ നമോ നമോ. ശ്രീ വെങ്കടേശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള ഇനം രാഗം ബിഹാർ, ആദിതാളം. കൊറിയോഗ്രാഫി ശ്രീ വെമ്പട്ടി രവിശങ്കർ ഗാരു. मुकुंद माधव गरुडगमन पंकजनाभ मुरहर नखधर मुकुंद माधव गरुडगमन पंकजनाभ मुरहर नखधर मुकुंद माधव गरुडगमन जनाभ मुरहर नखधर मुकुंद माधव गरुडगमन पंकजनाभ परम पुरुष भव बंध विमोचन
परमपुरुष भवबन्ध विमोचन परमपुरुष भवबन्ध विमोचन नरमृग शरीर नमो 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 नरमृग शरीर नमो 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 नरमृग शरीर नमो 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 नरमृग शरीर नमो नमो नारायणते नमो आदिदेव सकलागमपूजित 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 यादवकुल मोहन रूपा यादवकुल मोहन रूपा आदिदेव सकलागमपूजित आदिदेव सकलागमपूजित यादवकुल मोहन रूपा यादवकुल मोहन रूपा वेदोद्धार श्री वेंकटनायक वेदानुद्धरति जगन्नि वहदे भूगोलं मुद्धिप्रदे दैत्यं धारयदे बलिं छलयदे छत्रक्षयं कुर्वते पौलस्त्यं जयते हलं कलयदे कारुण्यं वागम्नते म्लेच्छा मूर्छयते दशकृतिं कृते कृष्णाय तुभ्यं नमः वेदोद्धार तिरुवेंकटनायक वेदोद्धार तिरुवेंकटनायक वेदोद्धार तिरुवेंकटनायक
അവസാന ഇനം തില്ലാന. അതിനു മുൻപായി എനിക്കിവിടെ പക്കമേളമൊരുക്കിയ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്നു. നട്ടുവാങ്കം കലാമണ്ഡലം ലതിക, മൃദംഗം കലാമണ്ഡലം നിതിൻ, വായ്പാട്ട് കലാമണ്ഡലം സുപ്രഭാ സംഗീത്, വയലിൻ സംഗീത് മോഹൻ. അവസാന ഇനം തില്ലാന. അതിനു മുൻപായി ഇത്തരത്തിലൊരു അവസരം നൽകിയ ഞങ്ങളെപ്പോലെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം പെർഫോം ചെയ്യാൻ നൽകിയ നവ്യം ഫെസ്റ്റിവൽ 2023 എല്ലാ സംഘാടകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നല്ല രീതിയിൽ ഇത്രയും നേരം ഞങ്ങളുടെ ഈ പരിപാടി കണ്ട് ആസ്വദിച്ച എല്ലാ കലാസ്വാദകർക്കും ശബ്ദവും വെളിച്ചവും നൽകി സഹായിച്ചവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അവസാന ഇനം തില്ലാന. കമാസ്, ആദിതാളം, കൊറിയോഗ്രാഫി പ്രൊഫസർ അനുരാധ ജൊന്നരഗത. താം താം താമുദനി തോം തനനം താം താം താമുദനി തോം തനനം തദരരേ നദദ തോം തനന താം താം താമുദനി തോം തനനം തദരരേ നദദ തോം തനന താം താം താമുദനി തോം തനനം തദരരേ നദദ തോം തനന താം താം താമുദനി തോം തനനം തദരരേ നദദ തോം തനന താം താം താമുദനി തോം തനനം തദരരേ നദദ തോം തനന താം താം താമുദനി തോം തനനം തദരരേ നദദ തോം തനന താം താം താമുദനി തോം തനനം തദരരേ നദദ തോം തനന കണ്ണം കണ്ണം തദരദീം നദദതും തനന താം താം താമുദനി തോം തനനം 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 തദരദീം നദദതും തനന താം താം
തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം ധീം തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം ധീം തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം ധീം തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തും ധൃതനി ധീം 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 തനന ധൃതനി താനി ധിത്തില്ലന തച്ചം തരികിട ധീം സരി സനി മദനി തനം സനിദ മഗ മഗനി സനിദ തും തച്ചം തരികിട ധീം സരി സനി മദനി തനം സനിദ മഗ മഗനി സനിദ തും താം 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 മദനി തും തനനം സഗരരി നദൃ തും തനന മുദനി തും തനനം ദദദരി നദൃ തും തനന സാമി കുജാലമുസേയതകുമാ സാമി കുജാലമുസേയതകുമാ നാമീത കൃപചൂഡ സമയము സാമി കുജാലമുസേయతകുമാ നാമീത കൃപചൂഡ സമയము సామి కుజాలముసేయతകുమా నామీత కృపచూడ సమయం కామించియుండనను వేగమే చూడర శ్రీ వెంకటేశ కామించియుండనను వేగమే చూడర శ్రీ వెంకటేశ కామించియుండనను వేగమే చూడర శ్రీ వెంకటేశ అదృతం ధృతని ధీం 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 తనన ధృతని తాని తాని ధితిల్లన అదృతం ధృతని ధీం 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 తనన ధృతని తాని తాని ధితిల్లన అదృతం ధృతని ధీం 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 తనన ధృతని తాని తాని ధితిల్లన తచ్చం తరికిడ ధీం సరి సని మదని తనం సనిద మగ మగని సరికిడ తుం తచ్చం తరికిడ ధీం సరి సని మదని తనం సనిద మగ మగని సరికిడ తుం తాం 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 మదని తుం తననం సగరరి నదృ తుం తనన తాం 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 మదని తుం తననం సగరరి నదృ తుం తనన తాం 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 మదని తుం తననం సగరరి నదృ తుం తనన తాం 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 మదని తుం తననం సగరరి నదృ తుం తనన సగరరి నదృ తుం తనన సగరరి నదృ తుం తనన ഏറെ ആസ്വാദ്യകരമായ ഒരു അവതരണമായിരുന്നു.
പൂജ രതീഷിൻ്റേത്. ചലനങ്ങളുടെ കൃത്യത, സൂക്ഷ്മത, അഭിനയത്തിൻ്റെ മികവ് എല്ലാം ചേരുന്ന ഒരു അവതരണമായിരുന്നു. ആദ്യത്തെ 2 ഇനങ്ങൾ അവതരിപ്പിച്ചത് ഗുരു വെമ്പട്ടി ചിഹ്നസത്യം മാസ്റ്ററുടെ വളരെ മനോഹരമായ കൊറിയോഗ്രഫികൾ, അതിനുശേഷം അന്നമചാര്യ കൃതി, അവസാനത്തെ തില്ലാനയും എല്ലാം തന്നെ മനോഹരമായി ചെയ്തു. ഒരു വൈബ്രൻറ്റ് ഡാൻസറാണ് പൂജ. പൂജയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.